ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 14 വ്യാഴാഴ്ച, നോമ്പിൽ 26 ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മർക്കോസ് സുവിശേഷം 9 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു. കീ വേഴ്സായി 9 അധ്യായം 7 വാക്യം. And a cloud overshadowed them, and a voice came out of the cloud, "This is my beloved son, listen to him." പിന്നെ മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന് മേഘത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം യേശുവിൻ്റെ രൂപാന്തരീകരണം നൽകുന്ന സന്ദേശം എന്താണ്? നാം ഇന്ന് വായിച്ച് കേട്ട കീവേഴ്സാണ് ഇതിൻ്റെ ആത്യന്തികമായ ഉത്തരം. എങ്കിലും അതിൻ്റെ ചില ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്കൊപ്പം ഞാനും ആഗ്രഹിക്കുക. 6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യേശു കർത്താവ് തൻ്റെ രൂപാന്തരീകരണത്തിനായി താബോർ അല്ലെങ്കിൽ ഹെർമോൻ എന്ന് പറയുന്ന ഈ മലയിലേക്ക് എത്തിച്ചേരുന്നു. ഒപ്പം 2 പേരെയും കൂട്ടുകയാണ്. 12 ശിഷ്യഗണങ്ങളുണ്ട് എങ്കിലും 2 പേരെ മാത്രമാണ് അതിനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും തോന്നാം, എന്തുകൊണ്ടായിരിക്കാം യേശു കർത്താവ് ഈ അസുലഭമായ ഭാഗ്യം 2 പേർക്ക് മാത്രമായി നിശ്ചയിച്ചത്? ചില കാരണങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൻ്റെ നിന്ന് അടരുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്നാമത്തത്, ദൈവിക സത്യങ്ങളെ അവർ വേഗം മനസ്സിലാക്കിയത്. അതിൻ്റെ അർത്ഥം, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന ഓരോ നിമിഷവും ദൈവിക സത്യങ്ങളെ യഥാർത്ഥമായി നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ, അതിൻ്റെ യാഥാർത്ഥീകരണത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തപ്പെട്ടാൽ നിശ്ചയമായും ഇതേ അനുഭവതലങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും എന്നതാണ്. 2, യേശുവിൻ്റെ വിളി ആദ്യം സ്വീകരിച്ചവരാണിവർ. അവർ വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ യേശു കർത്താവ് വിളിച്ചു. വളരെ പെട്ടെന്ന് വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചവരാണ്. ഇതുപോലെ സമാന്തരമായ 2 സന്ദർഭങ്ങൾ കൂടെ കാണുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 5 അധ്യായം 37 വാക്യത്തിൽ യായിറോസിൻ്റെ മകളെ ഉറപ്പിച്ചപ്പോൾ ഇവർ 2 പേരെയും കൊണ്ടുപോകുന്നു. മർക്കോസ് 14:33 ഗത്സമനയിൽ അതികഠിനമായ വേദനയാൽ തൻ്റെ പിതാവിനോട് തൻ്റെ ഹിതം അറിയിക്കുവാനായി കടന്നുപോയപ്പോഴും ഈ 2 ശിഷ്യഗണങ്ങൾ ഒപ്പമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ പ്രിയപ്പെട്ട 2 ശിഷ്യഗണങ്ങളെയും ഒപ്പം ചേർത്തിട്ടാണ് മറുരൂപമലയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഉയർന്ന മലയിലേക്ക് ചെല്ലുന്നത് എന്നത് നാം മനസ്സിലാക്കുക. ഇവിടെ സംഭവിക്കുന്ന എങ്ങനെയാണ്? അവരുടെ മുമ്പാകെ അവൻ രൂപാന്തരപ്പെട്ടു. ഹി വാസ് ട്രാൻസ്ഫിഗേർഡ് ബിഫോർ ദം. എന്താണ് ഈ രൂപാന്തരീകരണത്തിലൂടെ സംഭവിക്കുന്നത്? ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾ ഇപ്രകാരമാണ്. 1, അവരുടെ വസ്ത്രം വെളുപ്പായി. അതായത് അവർ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അസാധാരണമായ ഒരു വെള്ള നിറമായി അവർക്ക് അനുഭവപ്പെട്ടു. പലസ്തീനിൽ ധാരാളം അലക്കുകാരുണ്ടായിരുന്നു. അവരൊക്കെ കാര ഉപയോഗിച്ച് വസ്ത്രങ്ങൾക്ക് ഏറ്റവും അധികം ഭംഗി വരുത്തുമായിരുന്നു. എന്നാൽ അവർ കണ്ട കാഴ്ചകൾക്കപ്പുറമായി മനോഹരമായ ഒരു തലത്തിൽ ഈ വെള്ള വസ്ത്രത്തെ അവർ കണ്ടു എന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. 2ാമത്തെ കാര്യം പറഞ്ഞ, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, "ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ." 3ാമത്തെ ഈ ട്രാൻസ്ഫിഗറേഷൻ സംഭവിച്ച പ്രത്യേകത എന്ന് പറയുന്നത് മോശയുടെയും എലിയാവിൻ്റെയും സാന്നിധ്യമാണ്. കാരണം ഇവർ 2 പേരും അവർ മരിച്ചു എന്ന്, മോശയെക്കുറിച്ച് അവൻ മരിച്ചു എന്ന് അവൻ എവിടെ അടക്കിയതായി രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ എലിയാവിനെക്കുറിച്ച് പറയുന്നത് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. പക്ഷേ ഈ 2 സാഹചര്യം ആർക്കും പരിചയമല്ലാത്ത സാഹചര്യത്തിൽ മോശയുടെ അവസാനം രേഖപ്പെടുത്തുമ്പോൾ ഇവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് യഹൂദന്മാരുടെ വിശ്വാസം. അവർ വീണ്ടും വരുമെന്നും അവർ വീണ്ടും വന്ന് വീണ്ടും ഈ അവസ്ഥകൾക്കെല്ലാം ഭേദം വരുത്തുമെന്നും അവർ പ്രവാചകന്മാരായി വന്നു വീണ്ടും ഞങ്ങളെ തിരുത്തും എന്നുള്ള ഒരു വലിയ വിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരുടെ ഒരു വീണ്ടും വരവ് ഈ ജനമൊക്കെയും വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം.
അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം വളരെ കോൺക്രീറ്റ് ആയിരുന്നു. എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് പത്രോസ് പല സന്ദർഭങ്ങളിലും അതിര് കടക്കുന്നുണ്ട്. അതായത് മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 28 മുതൽ 39 വരെ വെള്ളത്തിൽ നടക്കാനുള്ള ഒരു ശ്രമം പത്രോസ് കാണിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 13 മുതൽ 19 വരെയുള്ള ഭാഗത്ത് യേശു ക്രിസ്തുവിനെ നീ യഥാർത്ഥമായും ക്രിസ്തുവാണെന്ന് പറയുന്ന ഒപ്പം തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ യേശുവിനെ പോയി ശാസിക്കുന്നുണ്ട്. നീ എങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ശാസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ അഗ്രസീവായ പത്രോസ് യേശുവിനോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് 3 കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് നിനക്കും. അതായത് യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൂടാരപ്പെരുന്നാളിൽ അവർ ഈ കൂടാരങ്ങൾ പണിത് അതിൽ താമസിക്കും. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുതൽ ഓർക്കാൻ. എന്ത് കരുതലാണ്? ദൈവം അവരെ അടിമപ്പാളയത്തിൽ വിമോചിപ്പിച്ചു എന്നുള്ള ആ വലിയ അനുഭവത്തെ ഓർക്കുവാനായിട്ട് അവർ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. രണ്ടാമത്തത് രാജ്യത്തിൻ്റെ വരവിനായി തങ്ങൾക്ക് തങ്ങൾക്ക് പൂർണ്ണമായ അധികാരവും അവകാശവും ലഭിക്കുന്ന രാജ്യത്തിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു. അപ്പോൾ ഈ ഒരു വിചാരബോധത്തിൽ കൂടാരപ്പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ടും ഈ ഒരു ക്രമീകരണത്തിലേക്ക് പത്രോസ് എത്തുക. മറ്റൊരു ഭാഗം കൂടെ ചേർത്ത് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഫിലിപ്പിൻ്റെ കൈസരിൽ വെച്ച് യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അവർ അപ്പോഴും പറയുന്നുണ്ട്, ചിലർ ഏലിയാവെന്നും മോശയെന്നും പറയുന്നുണ്ട്, യോഹന്നാനെന്ന് പറയുന്നു, പലതരത്തിലുള്ള ചിന്താഗതികൾ അവർ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം സൂക്ഷ്മമായി നോക്കിയാൽ തൻ്റെ മഹത്വത്തെക്കുറിച്ചും തൻ്റെ താൻ ദൈവപുത്രനാണെന്നുള്ള അത്യധികമായ സത്യത്തെക്കുറിച്ചും ലോകരക്ഷകനാണെന്നുള്ള ബോധ്യത്തെക്കുറിച്ചും അവരെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ പിതാവായ ദൈവം ഈ ഒരു വലിയ സത്യം കൺഫേം ചെയ്യുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് വലിയ ശബ്ദമുണ്ടാകുകയാണ്. അതാണ് നമ്മൾ കീ വേഴ്സായി വായിച്ച് കേട്ടത്. ഒരു മേഘം അവരുടെ മേൽ വന്ന് നിഴലിട്ടു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് പറയുക. പത്രോസിന് യഥാർത്ഥമായ ഒരു ശാസനയാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം അവൻ കേവലം ഏലിയാവും മോശയുമായി കമ്പയർ ചെയ്തിട്ട് യേശുവിനെ അത്തരത്തിലൊരാളായി മാത്രം പരിഗണിക്കുമ്പോൾ പിതാവായ ദൈവം പറയുകയാണ്, ഇവന് ചെവി കൊടുപ്പിൻ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, മോശയും എലിയാവിനെ പോലല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന സന്ദർഭമാണ് യഥാർത്ഥ ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തരീകരണം എന്ന് പറയും. പത്രോസിനെ പോലെ എപ്പോഴും വിശ്വാസത്തിൽ ചഞ്ചലചിത്തനായ ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാനായി ദൈവം, കാരണം അവനെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്തെടുക്കാനുള്ള വലിയ ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നു എന്നത് തന്നെയാണ്. യേശു കർത്താവ് ക്രൂശിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതുകൊണ്ട് ഇനി ഇത്തരം വിഭ്രമിക്കുന്ന കാഴ്ചകൾക്കൊന്നും പ്രസക്തിയില്ല. ആത്യന്തികമായി ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരം അനുഭവങ്ങളുടെ മധ്യത്തിൽ, ഇത്തരം അനുഭവങ്ങളുടെ സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ചില പാഠമുണ്ട്. നമ്മളിത്തരം കാണുന്ന കാഴ്ചകൾക്കപ്പുറമാണ് നാം വിശ്വസിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം നമ്മളെ ഈ ട്രാൻസ്ഫിഗറേഷൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആത്യന്തികമായ ദൈവത്തിന് മാത്രമാണ് മഹത്വം ഉണ്ടാകേണ്ടത്. നമ്മൾ ചുറ്റുപാട് കാണുന്ന കാഴ്ചകൾക്കപ്പുറമായി നീ എത്രത്തോളം ദൈവത്തെ സ്വീകരിക്കുന്നു, എത്രത്തോളം അവനെ കർത്താവായി അംഗീകരിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റെല്ലാ ചിന്തകൾക്കും ധാരണകൾക്കും അപ്പുറമായി ക്രിസ്തുവിനെ യഥാർത്ഥമായി രക്ഷിതാവായി സ്വീകരിക്കാനുള്ള സമയമാണ് ഈ നോമ്പുകാലം എന്ന് പറയുന്നത്. ഈ നോമ്പ് കാലത്തിലാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ജാഗരിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിക്കാനും അവസരം ലഭിക്കുക. അതുകൊണ്ട് അവനെ യഥാർത്ഥമായി കർത്താവും തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ ജീവിതം ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കും. നമ്മൾ ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 40 രാത്രങ്ങൾ അതിലേക്കുള്ള വഴിയിലാണ് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനെ യഥാർത്ഥമായി തിരിച്ചറിയുവാൻ നമ്മൾ തയ്യാറാകണം. എല്ലാ കാഴ്ചകൾക്കപ്പുറമായി കർത്താവേ, നീ മാത്രമാണ് എൻ്റെ ദൈവം എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ,
നിന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ സന്ദർഭങ്ങളേറെയാണ്. നിന്നെ ഒപ്പം സഞ്ചരിച്ചിട്ടും ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എങ്കിലും കർത്താവേ, നീ പല കുറി ഞങ്ങളുടെ അടുക്കൽ വന്ന് നിൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നീ ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമാണ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇപ്പോഴും ഞങ്ങൾക്കത് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നതിലെല്ലാം വലിയ വ്യഥയിൽ ഞങ്ങളായിരിക്കുന്നു. ഈ നോമ്പ് ദിനങ്ങളിൽ ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ ഞങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ മഹത്വം വെളിപ്പെടുവാനും മഹത്വത്തെ തിരിച്ചറിയുവാനും കർത്താവെ ഞങ്ങളെല്ലാവരെയും അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.